എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഒരുവിധം പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഈ ഐറ്റത്തിന്. ആഹാരമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. ഏത്തപ്പഴം ഇവിടെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തെ ഈ കറുത്ത നാര് മാറ്റിക്കളയാം. ഇത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഏത്തപ്പഴം അരച്ച് ഒരുപാട് പേസ്റ്റ് പോലെ ആക്കരുത്. ഇടയ്ക്കൊന്ന് കടിക്കാനുള്ള ഏത്തപ്പഴത്തിൻ്റെ കഷ്ണവും കിട്ടണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നെയ്യ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അര കപ്പിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയിലെ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് വരും. ഇപ്പോൾ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കുന്നതിൽ കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ഈ സമയം തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. തൊട്ട് നോക്കുമ്പോൾ നമുക്കതിൻ്റെ പാകം മനസ്സിലാകും. ഇതുപോലെ ഉണ്ടാക്കുന്ന കൂട്ട് തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹൽവ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു വിഭവം വൈകുന്നേരമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഏത്തപ്പഴം ചേർക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഞാൻ ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിന് കുറച്ച് മധുരം കുറവുള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.